നിന്റെ മരണശേഷം വരുന്ന ആപത്തുകളിൽ നിന്നും വിശാൽ സാറിനെ ആര് രക്ഷിക്കും? അതിന് കാലം തന്നെ മറുപടി പറയും. കാലത്തിന്റെ ശബ്ദം എന്താണെന്ന് അറിയണമെങ്കിൽ ആ കാലം വരുന്നതുവരെ കാത്തിരിക്കണം. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതുപോലെ ഒരാപത്തും വരാതെ എന്റെ വിശാൽ സാറിനെ രക്ഷിക്കണേ. അമ്മയോടല്ലാതെ എന്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയും? എങ്ങനെയെങ്കിലും ഈ ആപത്തിൽ നിന്നും വിശാൽ സാറിനെ രക്ഷിക്കണേ. എന്റെ ഉദയനൂരമ്മ. മറ്റുള്ളവരിൽ നിന്നും വിശാൽ സാറിന് ആപത്തുകൾ വന്നപ്പോ അത് തടയാൻ നീ ഉണ്ടായിരുന്നു. ഇപ്പോ നീ കാരണം ഒരാപത്തുണ്ടാകുമ്പോൾ അത് ആര് തടയും? മുത്തശ്ശ, ദാ പൂജയുടെ പ്രസാദം കൈനീട്ടിക്ക്. ആഹാ, ഇവളിതെന്ത് ഭാവിച്ച? ഇത് എന്റെ പേരിൽ തന്ന സ്വത്ത് വകകളുടെ മുദ്രപത്രം. അത് എനിക്ക് തന്ന ആഭരണങ്ങൾ വെച്ചു പൂട്ടിയിരിക്കുന്ന ലോക്കറിന്റെ താക്കോലും. എനിക്ക് ഇതൊന്നും വേണ്ട. സ്വത്തും സ്വർണവും പണവും ഒന്നും എനിക്ക് വേണ്ട. എന്തുപറ്റി? പെട്ടെന്നെന്താ നിനക്ക് ഇങ്ങനൊരു തീരുമാനം? ഈ സ്വത്തുക്കളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വേണ്ടാന്ന് വെക്കാൻ എന്താ കാരണം? വിധവയാവൂന്ന് കരുതി മുൻകൂട്ടി എല്ലാം ഉപേക്ഷിക്കുന്നതാണോ? അമ്മേ, എന്തിനാ അനാവശ്യ ചോദ്യങ്ങൾ? വെറുതെ ഓരോന്ന് പറഞ്ഞ് പാർവതിയെ വിഷമിപ്പിക്കരുത്. സാരമില്ല വിശാൽ സാർ. അമ്മ മനഃപൂർവ്വം പറയുന്നതല്ലല്ലോ. നിമിത്തം കണ്ടത് വെച്ചല്ലേ സംസാരിക്കുന്നത്. ചില നിമിത്തങ്ങൾ ചിലപ്പോഴൊക്കെ എന്ന് കരുതി എപ്പോഴും അത് പറയണോ? ഞാൻ പറഞ്ഞില്ലേ ജോത്സ്യനെ കണ്ട് ഇതിനൊരു പരിഹാരം കാണാമെന്ന്. വിധവയാവൂന്ന് ഓർത്തല്ല ഞാനിതൊക്കെ നിങ്ങക്ക് തന്നത്. ഈ വസ്തുവകകളെക്കാളും സ്വർണത്തെക്കാളും ഒക്കെ മൂല്യം ബന്ധങ്ങൾക്കാ. എനിക്ക് അത് മതി. വെറുതെ അല്ലല്ലോ എന്റെ പാർവതി. വിധവയാകുമെന്ന് സ്വയം തോന്നിയതുകൊണ്ടല്ലേ നീ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത്? അതെ, എല്ലാം ഉപേക്ഷിച്ച സ്ഥിതിക്ക് നീ ആ കഴുത്തി കിടക്കുന്ന താലിയും കൂടി അങ്ങ് ഉപേക്ഷിച്ചേക്ക്.
വിധവകൾ ആദ്യം ഉപേക്ഷിക്കേണ്ടതേ താലിയ. ഇനി ആ മാല നിനക്ക് തനിച്ചഴിച്ചെടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് നീ അത് ഊരാൻ മടിക്കുന്നതെങ്കിലേ പറഞ്ഞാ മതി, ഞാനത് ഊരിത്തരാം. അതിന് ചോദിക്കാതിരിക്കുന്നു. നീ ആ മാല നൂരി കൊടുക്ക് ജാസ്മിനെ. ആ. ജാസ്മിൻ, ജാസ്മിൻ, നീ ആ താലിയിലെ തൊട്ടുപോരുത്. ആ താലി, പാർവതിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഞാൻ കിട്ടിയതാ. അതെ, ഞാൻ കെട്ടിയ താലിയാണെങ്കിലും അത് അഴിക്കാനുള്ള അർഹത എനിക്ക് പോലുമില്ല. അത് നീ ഓർക്കണം. ആ താലിയെ വെറും സ്വർണ്ണമല്ല, പാർവതിയുടെ ജീവന്റെ പാതിയ. അതുകൊണ്ട് നീ അതിൽ തൊട്ടുപോകരുത്. തൊട്ടാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. മാറാൻ മാറാൻ. പാർവതി, നീ എന്താ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചത്? വേണ്ട അച്ഛമ്മ, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ഈ താലിയും സീമന്തവും മാത്രം മതി. അതുപോരാ, നിനക്ക് തന്നതൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നാ മതി. ഇതാ, ഇത് നീ തന്നെ അങ്ങ് വെച്ചോ. ഇത് എന്റെ അമ്മ പാർവതിക്ക് കൊടുത്തതാ. ഇത് ആരുടെ കയ്യിൽ ഇരിക്കണമെന്ന് അമ്മ തീരുമാനിക്കും. പാർവതിക്ക് വേണ്ടെങ്കിൽ തൽക്കാലം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതെന്റെ കയ്യിലിരുന്നാൽ തൽക്കാലം ഇതിന്റെ പേരിൽ നിന്നോടാരും മോശമായിട്ട് സംസാരിക്കില്ലല്ലോ. എന്തായിരിക്കും കാരണം? ആ കാരണം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എന്റെ തല ഇപ്പൊ പൊട്ടിത്തെറിക്കും. ജാസ്മിൻ, നിനക്കെന്തെങ്കിലും അറിയോ? അതന്നെ ഞാനും ആലോചിക്കുന്നത്. എന്തായിരിക്കും കാരണം? എത്ര തലപുകഞ്ഞ് ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ ഗൗരവമേറിയ പ്രശ്നമുണ്ട്. പാർവതി എന്തിനാ താക്കോലും ഡോക്യുമെന്റ്സും വേണ്ടാന്നും പറഞ്ഞ് തിരികെ കൊടുത്തത്? എന്തുകൊണ്ടാണെന്ന് ഉടനെ കണ്ടുപിടിക്കണം പ്രതാപ. ചേച്ചി, എനിക്ക് മനസ്സിൽ തോന്നിയ ഞാൻ പറയാം.
അവളൊരു കുഗ്രാമത്തിൽ ജനിച്ച പെണ്ണല്ലേ. അവൾക്ക് ഈ ഡോക്യുമെന്റ്സ് എന്താന്ന് പോലും അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിന്റെ വാല്യൂ അറിയില്ലായിരിക്കും. വെറുതെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് എന്തിനാ? അല്ലെങ്കിൽ പിന്നെ ചീപ്പായിട്ടൊരു നമ്പർ ഇട്ടതായിരിക്കും. അവളൊരു ദാനധർമ്മിഷ്ഠയാണെന്ന് കാണിക്കാൻ. ഏതൊരു പെണ്ണിനും ആധാരത്തിന്റെ വില അറിയും. അത് പട്ടണമായാലും ശരി, പട്ടിക്കാടായാലും ശരി. എനിക്ക് തോന്നുന്നത് അവള് ചീപ്പ് നമ്പർ ഇട്ടതായിരിക്കും. ജാസ്മിൻ, നമുക്ക് എല്ലാ പ്രാവശ്യവും ഇതുപോലെ അബദ്ധം പറ്റുന്നത്. പാർവതിയെ ഗ്രാമത്തിൽ പിറന്ന് ബുദ്ധിയില്ലാത്തവളെന്ന രീതിയിൽ നമ്മൾ തരം താഴ്ത്തി കാണും. ഒടുവില് അവള് കയറി ഗോൾ അടിക്കുകയും ചെയ്യും. എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവൾ ആരാണെന്ന്. കോടീശ്വരി. എന്നാൽ അവൾ ഈ വീട്ടില് ഒരു വേലക്കാരിയെ പോലെയാ ജീവിക്കുന്നെ. അതേ അവള് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് ശക്തമായൊരു കാരണം കാണും. ആ കാരണം എന്തായാലും ഉടനെ കണ്ടുപിടിക്കണം പ്രതാപ. ഇന്നലെ മുല്ലപ്പൂ വെച്ച് തുള്ളിച്ചാടി വന്നവള് ഇന്നപ്പാടെ മാറിയിരിക്കുന്നു. വിശാലും പാർവതിയും വീണ്ടും തെറ്റിയോ എന്നറിയണം. അല്ലെങ്കിൽ അവളുടെ പുതിയ ഡ്രാമ എന്താണെന്നറിയണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പ്ലാനിംഗ് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. ചേച്ചി വഴക്ക് പറയില്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ടൊരു ഐഡിയ പറയാം. പാർവതിയോട് ഫ്രണ്ട്ലി ആയി സംസാരിച്ച് അവളെ തന്നെ ചോർത്തിയാ പോരെ? അവളോട് ഫ്രണ്ട്ലി ആവാനേ ഓടി അങ്ങോട്ട് ചെല്ല്. അവൾ ഇപ്പൊ പറഞ്ഞു തരും. അവളുടെ വായിന്ന് ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതാണ് പാർവതി. ഇത്ര അനുഭവിച്ചിട്ടും അങ്കിൾ ഇതൊന്നും പഠിച്ചില്ലേ? ആന്റിക്കും അനുഭവം ഉള്ളതാണല്ലോ. ജാസ്മിൻ, നീ പറഞ്ഞത് നേരാ. പാർവതിയുടെ വായിൽ നിന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. പകരം എന്തെങ്കിലും തത്വം പറഞ്ഞ് ചോദിച്ചവരെ അവൾ ഇൻസൾട്ട് ചെയ്യും. നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ തന്നെ അത് കണ്ടുപിടിക്കണം പ്രതാപ. അതിനൊരു വഴി ഞാൻ പറയാം. ചേച്ചി നേരിട്ട് വിശാലിനോട് ചോദിച്ചാൽ ചിലപ്പോ അവൻ പറയും. പക്ഷെ അവൻ സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യം അവതരിപ്പിക്കാൻ. അവൻ പറയില്ല പ്രതാപ. ഞാൻ സെന്റിമെന്റ്സ് കാണിച്ചാൽ അതേ നാണയത്തില് അവനും സെന്റിമെന്റ്സ് കാണിക്കും. പഠിച്ച കള്ളനാണവൻ. നിങ്ങൾ വിഷമിക്കണ്ട. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാനുള്ള വിദ്യ എനിക്കറിയാം. അതിനാദ്യം ഇപ്പോഴവര് തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴമറിയണം. പാർവതി, എന്തോ? പാർവതി, ഞാൻ ഇവിടെയുണ്ട്. പച്ചക്കറി അരിയാ. ആ, ഞാൻ അങ്ങോട്ട് വരാം. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നീ തന്നെ പൊട്ടിക്കും. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. വിശാൽ സാർ, അവിടെ തന്നെ നിൽക്ക. എന്റെ അടുത്തേക്ക് വരണ്ട. പാർവതി, എന്താ നിനക്ക്? എന്തു പറ്റി? എന്റെ അടുത്തേക്ക് വരില്ലേ വിശാൽ സാറേ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ? വരല്ലേ വിശാൽ സാർ, എന്റെ അടുത്തേക്ക് വരില്ലേ? അവിടെ എന്താ നടക്കുന്നേ? നമ്മൾ ഇടപെടണോ? സമയമായിട്ടില്ല. കുറച്ചു നേരം നമുക്ക് ഈ കളി ഇവിടെ നിന്ന് കാണാം, എന്നിട്ട് ഇടപെടാം. വിശാൽ സാർ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ അടുത്തേക്ക് വരല്ലേ? ഈ കഥയിലെ നായകനും നായികയല്ലേ അവര്. പക്ഷെ ഇത് കണ്ടാല് വില്ലനെ കണ്ട നായികയുടെ പെർഫോമൻസ് പോലുണ്ടല്ലോ. പാർവതി, എന്താ നിനക്ക്? എന്താ പറ്റിയത്? നീ എന്തിനാ വേർക്കുന്നത്? നീ എന്തിനാ എന്നെ കണ്ടിട്ട് ഭയന്ന് മാറുന്നത്? അത് വിശാൽ സാർ, എന്റെ അടുത്തേക്ക് വരല്ലേ? എന്ത് സ്വഭാവം ഇത് പാർവതി? എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല.
നീ എന്തിനാ എന്നെ കണ്ടിട്ട് പേടിക്കുന്നത്? എന്താന്ന് വെച്ചാ എന്നോട് തുറന്നു പറയ. എന്നോടൊന്നും ചോദിക്കാതിരിക്കും വിശാൽ സാർ. എനിക്കത് തൽക്കാലം വിശാൽ സാറിനോട് പോലും പറയാൻ പറ്റില്ല. ദയവ് ചെയ്ത് എന്റെ അടുത്തേക്ക് ഇപ്പൊ വരില്ലേ. അപകടം ക്ഷണിച്ചു വരുത്തല്ലേ വിശാൽ സാർ. അപകടം? നീ എന്താ ചാവേർ ബോംബായിട്ട് നിൽക്കുകയാണോ? എന്താ പാർവതി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് എന്താ പറ്റിയത്? വിശാൽ സാർ, ദയവായി മുറിയിലേക്ക് പൊയ്ക്കോ. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് തരാം. ഓഹോ, നിനക്ക് എന്റെ അടുത്തോട്ട് വരാം, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നുകൂടാ. എന്നാലേ ഞാൻ പോകുന്നില്ല. എന്താ കാര്യമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എനിക്കൊരു ചൂട് ചായ വേണം. ചായ ഞാൻ മുറി കൊണ്ടുതരാം വിശാൽ സാർ. സാർ ഇവിടെ നിന്ന് പോവോ? ഞാനേ എവിടേക്കും പോകുന്നില്ല. ചായ എനിക്ക് ഇവിടെ കിട്ടണം. ആ ചായ കിട്ടിയാൽ ഞാൻ പോവാം. ചേച്ചി, കണ്ടിടത്തോളം ഇതത്ര ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ആ അടുക്കളക്കാരിക്ക് എന്തോ മനോരോഗമുണ്ട്, അല്ലെങ്കിൽ വിശാലിന്റെ രോഗം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടിലൊന്നും ഉറപ്പാ. ഇത് രോഗവും മാങ്ങാത്തലിയൊന്നുമല്ല. ഇത് ലൈൻ വേറെയാ. വിശാലിന് മറ്റെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ ഉദയന്നൂരമ്മ കാണിച്ചു കൊടുത്തതായിട്ട് അവള് വിശാലിനെ വീണ്ടും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരിക്കും. അവന്റെ വിശ്വാസം നേടിയെടുക്കാനുള്ള തന്ത്രമായത്. എടുത്തോളൂ. ചായയുടെ ചൂടാറുന്നതിന് മുമ്പ് അതെടുത്ത് കുടിക്കുക. എന്താ പാർവതി, ചായ എന്റെ കൈ തന്ന എന്താ കുഴപ്പം? വിശാൽ സാർ, നിൽക്കുക. ഇനിയും കുടിച്ചോളൂ വിശാൽ സാർ. എന്താ പാർവതി നീ കാണിക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ മറ്റൊരു കപ്പിൽ ഒഴിച്ച് കുടിച്ചൂടെ? എന്തൊരു കഷ്ടം ഇത്. എനിക്ക് ചായയൊന്നും വേണ്ട. പക്ഷേ ഇതിലെന്തെങ്കിലും കലർന്നിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ കുടിച്ചു നോക്കിയത്. എന്ത് കലർന്നോന്നാ നീ ചായയിൽ നോക്കിയത്? അത് ആദ്യം പറ. അത് പിന്നെ പാല്, പഞ്ചസാര, തേയില അങ്ങനെയെല്ലാം കൃത്യമായി കലർന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാ. അപ്പോ ഇപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണോ? ഇനിയെങ്കിലും എനിക്കിത് കുടിക്കാമോ? ചേച്ചി, ചേച്ചിക്ക് അവിടെ നടന്ന പൊറാട്ട നാടകം വല്ലതും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എനിക്കൂടെ പറഞ്ഞതാ. ഇപ്പൊ രണ്ടും കൊണ്ട് അടുത്തടുത്ത് നിൽക്കുന്നു. പാർവതി, നിനക്ക് പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ കാരണം എനിക്കറിയാം. നീ ആ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ഈ മാറ്റം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഏത് ക്ഷേത്രം ചേച്ചിക്കറിയോ? അറിയില്ല പ്രതാപ. പക്ഷേ വിശാല് പറഞ്ഞിട്ട് പോയത് വെച്ച് നോക്കുമ്പോ അതൊരു സാധാരണ ക്ഷേത്രം ആയിരിക്കില്ല. അത് നമുക്ക് കണ്ടുപിടിക്കണം പ്രതാപ. ആവശ്യം വരും. വാ. എന്റെ ഉദയനൂരമ്മ, എനിക്കെന്റെ വിശാൽ സാറിനെ രക്ഷിക്കാനാവില്ലേ?
അഘോരി പറഞ്ഞതുപോലെ എന്റെ കഴുത്തിലെ താലി ഞാൻ തന്നെ പൊട്ടിക്കേണ്ടി വരുമോ? എന്റെ ഭർത്താവിനെ ഞാൻ തന്നെ? വേണ്ട, അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്റെ ഉദയനൂരമ്മ, എനിക്ക് എന്തിനാ ഇങ്ങനൊരു ദുർവിധി ഏർപ്പെടുത്തിയത്? അമ്മ, അവിടുത്തെ കാൽക്കൽ വീണ് ഞാൻ യാചിക്കുകയാണ്. ഞാൻ കാരണം വിശാൽ സാറിന് ഒരാപത്തും ഉണ്ടാവല്ലേ. മോളെ, ദൈവമേ, എന്തിനാ മോളെ, എന്തിനാ നീ കരയുന്നത്? ദൈവമേ, ഞാൻ അമ്മയുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം. അമ്മ എന്റെ ജീവൻ എടുക്കണം, എന്റെ ജീവൻ എടുക്കണോ? മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നത്? നിനക്ക് എന്താ പറ്റിയേ? ഞാനിനി ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ലമ്മ. ഞാൻ ജീവനോട് ഉണ്ടായോ ഞാൻ കാരണം വിശാൽ സാർ മരണപ്പെടും. ഞാൻ പോലും അറിയാതെ വിശാൽ സാറിനെ ഞാൻ കൊല്ലും.